നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. ശ്രീ വിഷ്ണു സഹസ്രനാമം വന്ദന ശ്ലോകം 15. ഏഷ മേ സർവധർമാണാം ധർമ്മോ അധികതമോ മദഃ യദ്ഭക്ത്യാ പുണ്ടരീകാക്ഷം സ്തവൈരർച്ചന്നരഃ സദാ. കമലനയനായ ആ ഭഗവാനെ എല്ലായ്പ്പോഴും ഭക്തിയോടെ സ്തോത്രങ്ങളെ കൊണ്ട് അർച്ചന ചെയ്യണം എന്നതാണ് ഒരു മനുഷ്യൻ്റെ ശ്രേഷ്ഠമായ ധർമ്മം എന്നതാണ് എൻ്റെ അഭിപ്രായം. ഭാവാർത്ഥം: അഭിപ്രായം പറയുന്ന ഏറ്റവും നല്ല രീതിയാണ് ഇത്. പിതാമഹൻ പറയുന്നു, ഇത് എൻ്റെ അഭിപ്രായമാണ്, ആരെയും നിർബന്ധിക്കുന്നില്ല. നിർബന്ധങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ അന്വേഷിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞു പോകുന്നു. ഭക്തിയോടെ അർച്ചന ചെയ്യാനാണ് നിർദ്ദേശിക്കുന്നത്. വെറുതെ അധര വ്യായാമമായി അല്ല ജപിക്കേണ്ടത്. ഈ ജപം കൊണ്ട് വലിയ അനുഗ്രഹം കിട്ടും എന്ന് ഉറച്ചു വിശ്വസിച്ച് ജപിക്കാനാണ് ഉപദേശിക്കുന്നത്. വിശ്വാസത്തിൻ്റെ ഗുണം എന്തു തന്നെ സംഭവിച്ചാലും അത് ഭഗവാന്റെ പ്രസാദമായി കരുതണം എന്നതാണ്. കഷ്ടതകൾ എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ഭഗവാന്റെ കരുതലാണെന്ന് തിരിച്ചറിയണം. എന്ത് ചെയ്താലും രണ്ടഭിപ്രായമുണ്ടാകും. സമത്വം ശീലിച്ച ആളിന് പുകഴ്ത്തലും ഇകഴ്ത്തലും ഒരുപോലെ കാണാൻ കഴിയുന്നു. ഇനി ഓർക്കേണ്ടത് സദാ എന്ന വാക്കാണ്. എപ്പോഴും ജപിക്കണം. അതായത് എപ്പോഴും ആ സ്മരണ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. പരീക്ഷ വരുമ്പോൾ, കല്യാണം വരുമ്പോൾ, വീട് വയ്ക്കുമ്പോൾ, ഇങ്ങനെ ചില പ്രത്യേക ദിവസങ്ങളിലല്ല, എല്ലായ്പ്പോഴും ഒരു ദിവസം ഒരു 10 മിനിറ്റെങ്കിലും ഒരിടത്തിരുന്ന് ഭഗവാനെ ഓർക്കാനും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നന്ദിയോടെ സ്മരിക്കാനും കഴിയണം. ഭഗവാനെ സാക്ഷിയാക്കി നിർത്തി അന്നത്തെ പ്രവൃത്തി വിലയിരുത്തുക. ഭഗവാൻ സാക്ഷിയായി നിൽക്കുമ്പോൾ വിലയിരുത്തൽ ഏറ്റവും ഗുണകരമായിരിക്കും, വസ്തുനിഷ്ഠമാകുമെന്ന് മനസ്സിലാക്കാം. തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നമ്മൾ ഒരാളിന് ചെയ്ത നന്മകൾ മറക്കുക, തിന്മകൾ ഓർമ്മിക്കുക. മറ്റൊരാൾ നമ്മോട് ചെയ്ത തിന്മകൾ മറക്കുക, നന്മകൾ ഓർമ്മിക്കുക എന്ന് ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നു. ഭക്തി വരുമ്പോൾ വിശ്വാസം വരുന്നു. വിശ്വസിച്ചാൽ ആ പറയുന്നതിനെ നമ്മൾ അനുസരിക്കുന്നു. അനുസരണ വരുമ്പോൾ സത്യസന്ധത പാലിക്കാൻ കഴിയുന്നു. അങ്ങനെ ഒരു സദ്ഗുണം വളരുമ്പോൾ ബാക്കി എല്ലാ ധർമ്മങ്ങളും പിന്നാലെ വന്നുകൊള്ളും. അതുപോലെ തന്നെയാണ് ഒരു തിന്മ മതി ബാക്കി എല്ലാ തിന്മകളും നമ്മുടെ ജീവിതത്തിലേക്ക് വരാനെന്ന് എപ്പോഴും ഓർക്കുക. സഹസ്രനാമം 15-ാം ശ്ലോകം സമർപ്പിക്കുന്നു. ഏഷ മേ സർവധർമാണാം ധർമ്മോ അധികതമോ മദഃ യദ്ഭക്ത്യാ പുണ്ടരീകാക്ഷം സ്തവൈരർച്ചന്നരഃ സദാ. ഓം നമോ ഭഗവതേ വാസുദേവായ.